ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. ഞാനിപ്പോൾ എൻ്റെ ഹാപ്പി പ്ലേസിലാണ്. തൃശ്ശൂർ മണ്ണുത്തി ഹൈവേ അല്ല, ബിഹൈൻഡ് ദ വീൽ ഓഫ് എ BMW. ഇത് വളരെ സോട്ട് ആഫ്റ്റർ ഒരു വണ്ടിയാണ്, പലരും അന്വേഷിച്ചിറക്കുന്ന ഒരു വണ്ടിയാണ്. ദിസ് ഇസ് ദ 530D M Sport F10 എന്ന് പറയുന്ന ജനറേഷൻ. കുറേ നാളായിട്ട് നമ്മുടെ ചാനലിലും കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഒരു യൂസ് കാറിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്നുള്ളതോ അല്ലെങ്കിൽ ബയേഴ്സ് ഗൈഡ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വളരെ താല്പര്യമുള്ള, ഞാനും കുറേ നാൾ റിസർച്ചൊക്കെ നടത്തി മേടിക്കണം എന്നുള്ളൊരു മൈൻഡോടുകൂടി നോക്കിയൊരു വണ്ടിയാണ്. സോ might as well use that information. F10 പറ്റി പറയുകയാണെങ്കിൽ ദിസ് ദ 6th ജനറേഷൻ BMW 5 സീരീസ്. 2010-ലാണ് ഇത് മാർക്കറ്റിൽ എത്തുന്നത്. 2011 മോഡൽ ഇയർ എന്നുള്ള രീതിയിൽ 2017 വരെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള 5 സീരീസ് മോഡൽ സത്യം പറഞ്ഞ ഇതാണ്. സോൾഡ് അറൌണ്ട് 2 million യൂണിറ്റ്സ് വേൾഡ് വൈഡ്. പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ E60 വെച്ച് നോക്കുമ്പോൾ 42% ബെറ്റർ സെയിൽസ് ഉണ്ടായിരുന്നു ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് തന്നെ. 2015 മാത്രം ദേ സോൾഡ് അറൌണ്ട് 3,47,000 യൂണിറ്റ്സ്. അപ്പോൾ അത് ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ കൺസിഡറിങ് ദിസ് സെഗ്മെന്റ് ഓഫ് ദ കാർ. ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2005-ലാണ്. BMW-ന്റെ R&D സെന്റർ ആയിട്ടുള്ള ഫിസിലാണ് ഇതിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് കുറച്ച് കാര്യങ്ങൾ അവർ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു. കാരണം അവരിതിന് വേണ്ടിയിട്ട് 7 സീരീസിന്റെ പ്ലാറ്റ്ഫോം 2009 ഇറങ്ങിയ F01 എന്ന് പറയുന്ന ആ ഒരു ഷാസിയുടെ അഡാപ്റ്റേഷൻ ആയിട്ടാണ് ഈ ഒരു F10 ഡെവലപ്പ് ചെയ്തത്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, കാരണം E60 കുറച്ചും കൂടി ഒരു ഗ്രോൺ അപ്പ് 3 സീരീസ് പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു. ദിസ് വാസ് ലൈക്ക് എ സ്കെയിൽ ഡൗൺ 7 സീരീസ്. അപ്പോൾ അതുകൊണ്ട് 7 സീരീസിന്റെ ആ ഒരു കംഫർട്ടും അങ്ങനത്തെ ഫാക്ടേഴ്സിനാണ് ഇതിൽ കൂടുതൽ മുൻതൂക്കം അവർ കൊടുത്തത്. ഷാസിയും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, കാരണം E60-ൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ടിലെ അലൂമിനിയം സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് മാറിയിട്ട് പകരം ഇതിൽ കുറച്ചും കൂടിയും ചീപ്പായിട്ടുള്ള സ്റ്റീലാണ് യൂസ് ചെയ്തത്. കുറേ കൂടി ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാവുന്ന സ്റ്റീലിൻ്റെ ഒരു സ്ട്രക്ചറാണ് യൂസ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് സ്റ്റിഫർ ഓവറോൾ. 55% സ്റ്റിഫർ ആയിരുന്നു. ബോഡിയിൽ പലയിടത്തും ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് സ്റ്റീലാണ് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഇതിന് വെയിറ്റ് സേവിങ്ങിന് വേണ്ടിയിട്ട് BMW ഇതിന് അലൂമിനിയം ഡോൾസ് കൊടുത്തു, അലൂമിനിയം ബോണ്ട് കൊടുത്തു, അലൂമിനിയം ഫെൻഡേഴ്സ് കൊടുത്തു. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാരം 1.8 ടണ്ണിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഡയറ്റ് ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 100 കിലോൻ്റെ അടുത്ത് ഭാരമുള്ള ആ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ ഒരു വണ്ടി. ഇറ്റ് ഡിഡ് നോട്ട് റിയലി മാറ്റർ വാട്ട് ദേ ഡിഡ്. ആൻഡ് ഇറ്റ് വാസ് എ റിയലി ബിഗ് കാർ. 4.9 മീറ്ററിന് അടുത്ത് ലെങ്ത് ഉണ്ടായിരുന്നു. മിറേഴ്സ് കൂടി കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2.1 മീറ്ററിന് അടുത്ത് വിഡ്ത്ത് ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഹ്യൂജ് ഓൺ ദ റോഡ്. പക്ഷെ എന്നാലും ഹൗ ദേ മാനേജ് ടു ഗെറ്റ് സോ ലിറ്റിൽ സ്പേസ് ഇൻസൈഡ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വലിയൊരു അത്ഭുതമാണ്. നമ്മളിപ്പോൾ ഈ സീറ്റ് എൻ്റെ മാക്സിമം ഒരു ഹൈവേയിലൊക്കെ പോണ സമയത്ത് റിലാക്സ് ചെയ്തിരുന്ന ആ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ വലിയ ലെഗ് റൂം ഒന്നുമില്ല. 55% സ്റ്റിഫർ ആയിരുന്നു E60 വെച്ച് നോക്കുമ്പോൾ. E60 വാസ് ഓൾറെഡി എ വെരി സ്റ്റിഫ് കാർ. അതിന് മുകളിൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിയലി ഗുഡ്. ആൻഡ് ദിസ് വാസ് ദ ഫസ്റ്റ് 5 സീരീസ് ടു ഹാവ് എ ഡബിൾ വിഷ് ബോൺ സസ്പെൻഷൻ. അതുവരെ എല്ലാം ഫ്രണ്ടിൽ മെക്പേഴ്സൺ ആയിരുന്നു E60 അടക്കം. പക്ഷേ പിന്നീട് ഡബിൾ വിഷ് ബോൺ ഈ ഒരു വണ്ടിയിൽ വന്നു. ആൻഡ് ദാറ്റ്സ് എ ലേ ഔട്ട് ദാറ്റ് ഹാസ് ഓൾവേസ് ബീൻ ദർ. പിന്നീടുള്ള എല്ലാ 5 സീരീസുകളിലും അത് തുടർന്ന് പോന്നിട്ടുണ്ട്. സോ ദിസ് സെറ്റ് ദാറ്റ് പ്രസിഡൻസ്. അതേപോലെ തന്നെ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗും ആദ്യമായിട്ട് വന്നത് ഈ ഒരു F10-ലാണ്. അപ്പോൾ അതായത് നമ്മൾ ഡബിൾ വിഷ് ബോൺ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അപ്പുറത്ത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡൈനാമിക്കലി അത്ര വലിയൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പറയാൻ പറ്റില്ല. ദെൻ അഗെയിൻ ഇതിന്റെ ഫോക്കസും അത് തന്നെയായിരുന്നു, കാരണം കുറച്ചും കൂടി ഒരു കംഫർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഡാൻ യൂസറെയാണ് അവർ ഈ ഒരു വണ്ടി കൊണ്ട് ടാർഗറ്റ് ചെയ്തിരുന്നത്. സോ ഇറ്റ് വാസ് വേ സോഫ്റ്റർ ദാൻ ദ പ്രീവിയസ് ജനറേഷൻ. അതുപോലെ കുറച്ചും കൂടിയും ഡൈനാമിക്സ് ബാക്കിലേക്ക് പോയാലും കംഫർട്ട് കുറേയും കൂടിയും ബെറ്റർ ആക്കുന്ന രീതിയിലാണ് അവർ ഇത് ഉണ്ടാക്കിയത്. സ്റ്റാർട്ടിങ് റൈറ്റ് ഫ്രം ദ പ്ലാറ്റ്ഫോം, നമ്മൾ പറഞ്ഞ പോലെ 7 സീരീസിന്റെ പ്ലാറ്റ്ഫോമാണ്. ഇതിന് മുമ്പുള്ള ജനറേഷൻ 5 സീരീസ് E60 കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു ആ ഒരു ഡിസൈൻ. കാരണം ക്രിസ് ബാങ്കിൾ ഏറിയാണ് നമുക്കറിയാം. അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. പീപ്പിൾ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ടു ഡയറിങ്. കുറച്ചും കൂടി ആ ഒരു E39 ഒക്കെ കഴിഞ്ഞിട്ട് E60 വന്നപ്പോഴത്തേക്കും എല്ലാവരും അതിന്റെ ഡിസൈനിനൊക്കെ കുറെ കുറ്റം പറഞ്ഞു. ഐ തിങ്ക് ദാറ്റ് വാസ് സ്റ്റിൽ എ ഗുഡ് ലുക്കിംഗ് കാർ. പക്ഷേ മോസ്റ്റ് പീപ്പിൾ ഡിഡ് നോട്ട് അഗ്രി ടു ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ദേ വാണ്ടഡ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ അതുകൊണ്ട് BMW-ന്റെ പുതിയ ഡിസൈൻ ഹെഡ് ആയിട്ടുള്ള എഡ്രിയൻ വോൺ ഹൂയിഡോങ്ങിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് തുടങ്ങിയത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്ന 2 ഡിസൈൻസ് ചെയ്യുന്ന അവരൊരു ജാക്കക് ഫ്ലോറിക് എന്ന് പറയുന്ന ഒരു ഡിസൈനറുടെ ഈ ഒരു ഡിസൈൻ അവർ പിക്ക് ചെയ്തു. ആൻഡ് F10 വാസ് ബിൽറ്റ് ഓൺ ദാറ്റ്. 2017 വരെ ഇത് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നു. G30 വരുന്നവരെ ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് അലൂമിനിയം സസ്പെൻഷൻ കമ്പോണൻസ്. അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ഒക്കെ ചില വേരിയൻസിന് ഉണ്ടായിരുന്നു. അതുപോലെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് എഞ്ചിൻസ് ഉണ്ടായിരുന്നു. ബേസിക് 4 സിലിണ്ടർ തൊട്ട് ഫുൾ ബ്ലോൺ M5 V8 വരെ ഈ ഒരു വണ്ടിയിലായിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ഇതിന്റെ M5-നും F10 തന്നെയാണ് ഷാസി കോഡ് ഉണ്ടായിരുന്നത്. ഇതിന് ശേഷമുള്ള ജനറേഷൻ തൊട്ടാണ് BMW M കാറുകൾക്ക് വേണ്ടിയിട്ട് വേറൊരു ഷാസി കോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്.
ആൻഡ് ഈ ഒരു ജനറേഷൻ്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് ഒക്കെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് BMW ഇത് ഡിഫറെൻറ്റ് ബോഡി സ്റ്റൈൽസിലും കൊടുത്തു. F10 വാസ് ദ സെഡാൻ വേർഷൻ, അതുപോലെ F11 ഉണ്ടായിരുന്നു വിച്ച് വാസ് ദ ടൂറിംഗ് ഓർ ദ സ്റ്റേറ്റ് വേർഷൻ. അതുകൂടാണ്ട് യു ഹാഡ് ദ F07, ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ബാക്ക് പോലത്തെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു വിച്ച് വാസ് കോൾഡ് ദ 5GT. അതേപോലെ ചൈനീസ് മാർക്കറ്റിന് വേണ്ടിയിട്ട് യു ഹാഡ് ദ F18, അതിൻ്റെ ലോങ് വീൽ ബേസ് ആയിട്ടുള്ള ഒരു സെഡാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടാണ്ട് 6 സീരീസും അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതായത് 6 സീരീസിൻ്റെ കൂപ്പേ ഉണ്ടായിരുന്നു, കൺവേർട്ടിബിൾ ഉണ്ടായിരുന്നു, ആൻഡ് യു ഓൾസോ ഹാഡ് ദ ഗ്രാൻഡ് കൂപ്പേ, അതായത് ഈ 4 ഡോർ സെഡാനിന് ബേസ് ചെയ്തിട്ടുള്ള 2 ഡോർ കൂപ്പയുടെ 4 ഡോർ സെഡാൻ ആയിട്ടുള്ള ആ ഒരു വേർഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പം നല്ലൊരു F10 കാണാമെന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുണ്ട്. കാരണം പലരും ഇതെടുത്തിട്ട് ഇതിൻ്റെ അടുത്ത ജനറേഷൻ ആയിട്ടുള്ള G30യിലേക്ക് കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ M5 ആയിട്ടുള്ള F90യിലേക്ക് കൺവേർട്ട് ചെയ്ത്, കുറേ പേരൊക്കെ ഇതിൻ്റെ പിന്നത്തെ ജനറേഷനുള്ള G60യിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഭംഗിയില്ലാത്ത വണ്ടിയിലോട്ട്. അവരൊക്കെ എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബിക്കോസ് ഓഫ് ദാറ്റ് ദീസ് കാർസ് ആർ ഗെറ്റിംഗ് റെയർ. ആൻഡ് ഇപ്പം നല്ലൊരു F10 നമ്മൾ റോട്ടിൽ കാണുമ്പോഴും ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ആ ഒരു ക്ലാസിക് പ്രപ്പോർഷൻസും ജസ്റ്റ് ഒരു നല്ലൊരു ബ്ലെൻഡാണ്. ആസിന് ഒരു മോഡേണിൻ്റെയും ഓൾഡ് സ്കൂൾ BMWൻ്റെയും ഇടയിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു നൊസ്റ്റാലജിക് കണക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ആൻഡ് ഈ ഒരു വണ്ടി ഇൻ പ്രോപ്പർ M Sport ട്രിം ബ്ലാക്ക് കളറിൽ ലുക്സ് അബ്സല്യൂട്ട്ലി ടോപ്പ് ഡോഗ്. ഇതിൻ്റെ വീൽസ് ഒരു BBS വീലാണ്, അത് കുറച്ചൊരു സ്ക്വയർ സെറ്റപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്, യൂഷ്വൽ സ്റ്റാഗേർഡ് അല്ല. ഇതിൻ്റെ സ്റ്റോക്ക് വീൽസ് ഒക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ വണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഫർഹാൻ്റെ വണ്ടിയാണ്. പുള്ളി 40,000 കിലോമീറ്റേഴ്സിൽ വാങ്ങിച്ചാണ്. ഇപ്പോൾ 1,00,000 കിലോമീറ്റേഴ്സ് ആവാൻ പോകുന്നു. നമ്മുടെ ചാനൽ പോലെ തന്നെ സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. ഫർഹാനെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഇയാളുടെ 320D നമ്മുടെ വണ്ടി പോലെ തന്നെ സെയിം ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു M Sport വീലൊക്കെ ഇട്ടിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ക്ലീൻ ലുക്കിംഗ് കാർ. അവിടെ നിന്ന് ഹി ഡിഡ് ദ റൈറ്റ് ലോജിക്കൽ അപ്ഗ്രേഡ്, അങ്ങനെ ഈ വണ്ടി വാങ്ങിച്ചു. ആൻഡ് ഹി ഹാഡ് റിയലി ഗുഡ് ഫൺ. പോവാത്ത സ്റ്റേറ്റ്സ് ഇല്ല, നല്ല ട്രാവലുള്ള ഒരാളാണ്. ആൻഡ് ഹി യൂസ് ടു ഡെയിലി ഡ്രൈവ് ദിസ് തിങ്. ഞാൻ ഈ F10 ഇറങ്ങിയപ്പോൾ അത്ര വലിയ ഫാൻ ആയിരുന്നില്ല. ഐ ഡിൻ ലൈക്ക് ദ സ്റ്റൈലിംഗ്, കുറച്ചൊന്ന് ബൾക്കൊക്കെ കൂടിപ്പോയി. നല്ല വലിയ വീലിട്ട് കഴിഞ്ഞാൽ 19-20 ഇഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്കൊരു ഭംഗി തോന്നുള്ളായിരുന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഹൗ മച്ച് ദ ബോഡി ഹാസ് ഗ്രോൺ. അത് കൂടാണ്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ടു ഡ്രൈവ്. ആ ഒരു ഡൈനാമിക്സ് ഒക്കെ കുറച്ചും കൂടി ബാക്കിലേക്ക് പോകുന്നു. സ്റ്റിയറിംഗ് ഫീൽ വാസ് നോട്ട് റിയലി ഗുഡ്. അപ്പോൾ അത് കാരണം എൻ്റെ മനസ്സിൽ അതൊരു സ്റ്റെപ്പ് ബാക്ക് ആയിരുന്നു ഈ 60 കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ BMW ഇത് ഏത് ഏജ് ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണോ ഈ വണ്ടി അന്ന് ഉണ്ടാക്കിയത്, ഞാനിപ്പോൾ ആ ഏജിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് നൗ ഐ ക്യാൻ സീ ദ അപ്പീൽ. ഇറ്റ്സ് എ വെരി ഗുഡ് ഹൈവേ ക്രൂസർ. ഇപ്പോൾ ഈ ഒരു ഹൈ സ്പീഡിലൊക്കെ ഹൈവേയിൽ പോകാനായിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ആൻഡ് ഈ ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ അവർ EPSൻ്റെ കാലിബ്രേഷൻ കുറച്ചും കൂടി മാറ്റിയിട്ടുണ്ട്. സോ ഇറ്റ് ഫീൽസ് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ കണക്റ്റഡ്. കുറച്ചും കൂടിയും സ്റ്റിയറിംഗ് വെയിറ്റ് ഒക്കെ കുറേ കൂടിയും ബെറ്റർ ആണ്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയിൽ സസ്പെൻഷനൊക്കെ ഇപ്പോൾ ഈ അടുത്ത് മാറിയതാണ്. സോ ഇറ്റ് ഫീൽസ് റിയലി വെൽ കണക്റ്റഡ്. നല്ല ടൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2014 F10ൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നത്. ഇതിന് റിവൈസ്ഡ് ഫ്രണ്ട് ബമ്പേഴ്സും ബാക്ക് ബമ്പേഴ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ്ലാമ്പിൻ്റെ ഡിസൈനൊക്കെ മാറി LED ആയി. അതേപോലെ തന്നെ iDriveന് ഈ ഒരു ടച്ച് ഇൻ്റർഫേസ് വന്നു. ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനൊക്കെ വളരെ നല്ലതാണ്. ഡാഷ്ബോർഡൊക്കെ നമുക്ക് ഡ്രൈവർ ഫോക്കസ്ഡ് ആണ്. സെൻട്രൽ കൺസോളൊക്കെ കുറച്ചൊരു ആംഗിളിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു M Sport സ്റ്റിയറിംഗ് വീലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ് ടു ഹോൾഡ്. ഗേജസ് ഒക്കെ ഇതിൽ ഡിജിറ്റലാണ്. ആൻഡ് ദാറ്റ്സ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഡിജിറ്റൽ. നമുക്ക് ആ ഒരു ഫിസിക്കൽ ഒരു ഔട്ട്ലൈൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഡിജിറ്റലായിട്ട് ഡിസ്പ്ലേ മാറും. അത് ഓരോ ഡ്രൈവ് മോഡ്സ് അനുസരിച്ച് മാറുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വണ്ടിയിൽ റിയർ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് iDrive ഉണ്ട്. ടച്ച് സെൻസ് ഉള്ള ഈ ഒരു കൺട്രോളർ കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഓവറോൾ ആ ഒരു വുഡ് ട്രിമ്മും അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ക്രോമിൻ്റെ സർഫസും അതിൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നതൊക്കെ ഇറ്റ് ലുക്സ് റിയലി പ്രീമിയം. സോ ഇതിന് മൾട്ടിപ്പിൾ എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഡീസൽസിൽ നിന്ന് ഫോക്കസ് ചെയ്യാം. വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് 520D 4 സിലിണ്ടർ ആണ്. 2 ലിറ്റർ എഞ്ചിൻ ആയിരുന്നു. N47 ആയിരുന്നു, പിന്നീട് B47 ആയി. സോ ദോസ് 2 എഞ്ചിൻസ് 184 bhp അടുത്തുണ്ടായിരുന്നു. 400 Nm ടോർക്ക് ഉണ്ടായിരുന്നു. ദെൻ യു ഹാഡ് ദ 525D വിച്ച് ഇനീഷ്യലി കെയിം ആസ് എ 6 സിലിണ്ടർ. പക്ഷേ പിന്നീട് അവരൊരു 4 സിലിണ്ടർ കുറച്ചും കൂടി ഹയർ സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ഉള്ള ആ ഒരു എഞ്ചിനാക്കി മാറ്റി. ശരിക്കും മിക്കവാറും ആൾക്കാർക്കൊക്കെ ആ ഒരു 520D മതിയാവും. പക്ഷെ എന്നാലും നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഹാഫ് ബിരിയാണി പറയണ പോലെ ഇരിക്കും. വിശപ്പൊക്കെ മാറും, പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് പറയുന്ന പോലെയാണ്. യു റിയലി നീഡ് ദിസ് കാർ. ദിസ് ഹാസ് ദ 3 ലിറ്റർ N57 6 സിലിണ്ടർ ആണ്. ടർബോ ഡീസലാണ്. 258 bhp ഉണ്ട്. 540 Nm ടോർക്ക് ഉണ്ട്. ഫേസ് ലിഫ്റ്റഡ് വണ്ടികൾക്ക് 12 bhp കൂടുതലായിരുന്നു. അതുപോലെ തന്നെ 0 to 100 വാസ് ലിറ്റ് ബിറ്റ് ഫാസ്റ്റർ. നമുക്കൊരു ഹാഫ് എ സെക്കൻഡോളം ഫാസ്റ്റർ ആയിരുന്നു. സോ ദിസ് യൂസ് ടു ഡു 0 to 100 in 6.11 seconds, which is plenty fast even today.
നമ്മളെപ്പോഴും ജർമ്മൻ കാർ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നത് ഈ ഒരു വണ്ടിയാണ്. യു ഹാവ് എ പ്രോപ്പർ 6 cylinder engine at the front, drive goes to the rear and you sit in the middle smiling like this. ഞാൻ ഈ വണ്ടി അന്ന് ഇറങ്ങിയ സമയത്തൊക്കെ റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ ദിസ് യൂസ് ടു ബ്ലോ മൈ മൈൻഡ്. അന്ന് അത്രയും പെർഫോമൻസ് ഒക്കെ ഒരു എവറി ഡേ ഡീസൽ സെഡാനിൽ കിട്ടുന്നു എന്ന് പറയുന്നത് ദാറ്റ് വാസ് റിയലി സംതിങ്. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് ടു ഇംപ്രസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഇമാജിൻ. ആൻഡ് ഈ ഒരു വണ്ടിക്ക് ദിസ് ക്യാൻ സിറ്റ് അറ്റ് 200 km/h ഓൾ ഡേ. ഇപ്പോൾ നമ്മൾ റോഡ്സ് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 സ്റ്റേറ്റ് ഒക്കെ ഒറ്റയടിക്ക് കവർ ചെയ്യാം. ഉച്ചയാകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എന്നിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇറ്റ്സ് ദാറ്റ് ഫാസ്റ്റ്. ഹൈവേയിൽ ശരിക്കും പറഞ്ഞാൽ മിസൈലാണ്. നമുക്ക് വണ്ടികളൊക്കെ നമുക്ക് സ്റ്റാൻഡ് സ്റ്റില്ലാണെന്നുള്ള പോലെ പാസ് ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് വേർ 530D റിയലി ഷൈൻസ്. എഞ്ചിൻ നമുക്ക് കേൾക്കാൻ പോലും പറ്റുന്നില്ല. ഇറ്റ്സ് ബെയർലി ഓഡിബിൾ. വളരെ സ്മൂത്ത് ആണ്. ദ റിഫൈൻമെന്റ് ഈസ് സംതിങ് എൽസ് ആ ഒരു 6 cylinder. ആൻഡ് ദ പവർ ഡെലിവറി ഈസ് വെരി ലീനിയർ. ഇപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാലും ഒരു ഇലക്ട്രിക് കാറിലെ ഒരു ത്രസ്റ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പീക്ക് ടോർക്ക് നമുക്കൊരു 1750 RPM തൊട്ട് കിട്ടും. ആൻഡ് ഇറ്റ് ജസ്റ്റ് കീപ്സ് ഓൺ പുള്ളിങ്. നമുക്ക് ആ ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു വേവ് ഓഫ് ടോർക്കാണ് നമുക്ക് കിട്ടുന്നത്. പവർ ഒരു 4700 RPM വരെയൊക്കെ ഉള്ളത് കഴിയുമ്പോഴത്തേക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ യു ഹാവ് പ്ലെന്റി ഓഫ് ദാറ്റ് ഇൻ റിസർവ്. നമുക്ക് പ്ലെന്റി ഓഫ് ഗിയേഴ്സ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാലും ഇറ്റ് ഹാസ് വെരി ഗുഡ് ഫ്യൂൽ എഫിഷ്യൻസി. ആൻഡ് ദാറ്റ്സ് ദ ഹോൾ പോയിന്റ് ഓഫ് ബൈയിങ് എ ഡീസൽ. ജർമ്മൻ ഡീസൽസ് വളരെ എഫിഷ്യൻ്റ് ആണ്. ഈ വണ്ടി ഞാൻ രാവിലെ അങ്ങോട്ട് പോകുന്ന സമയത്ത് 16 km/L ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഫോർ എ 3 liter ഡീസൽ ദാറ്റ് ഈസ് ഇൻസൈൻ എഫിഷ്യൻസി. അപ്പോൾ സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് യുവർ കേക്ക് ആൻഡ് ഈറ്റ് ടു എന്ന് പറയുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. ആൻഡ് ഈ ഒരു സ്ലോ സ്പീഡിലൊക്കെ പോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ റിലാക്സ്ഡ് ആണ്. ത്രോട്ടിൽ റെസ്പോൺസ് ഒരു ഇത്തിരി സ്ലോ ആണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫ് എ സെക്കൻഡ് ഡിലേ ഉണ്ട് ബിഫോർ ഇറ്റ് ആക്ച്വലി റിയാക്ട്സ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മാപ്പ് ചെയ്തേക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആദ്യകാലം തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് ഇക്കോ പ്രോയിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇറ്റ് ഹാസ് സഫിഷ്യൻറ്റ് ലോ എൻഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓടിച്ച് നടക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ZF-ൻ്റെ ആ ഒരു 8 speed ഗിയർ ബോക്സ് ആണ്. ഇറ്റ്സ് എ വെരി നൈസ് ഗിയർ ബോക്സ്. അത് ഇറ്റ്സ് വെരി വെൽ ട്യൂൺ ടു ദ എഞ്ചിൻ. അപ്പോൾ കാരണം നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഇതുണ്ട്. ഇറ്റ് കീപ്സ് ദ എഞ്ചിൻ ഓൺ ബോയിൽ. നമുക്ക് വേണ്ട അനുസരിച്ച് ഡ്രൈവ് മോഡ്സ് അനുസരിച്ച് തന്നെ സ്വഭാവം തന്നെ മാറുന്നുണ്ട്. ഷിപ്പ് പോയിന്റ്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഓൾട്ടർ ചെയ്യുന്നുണ്ട് നമ്മൾ സ്പോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് യു ഹാവ് ദീസ് പാഡിൽസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഗിയറൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പവർ. നമ്മൾ നല്ല ഹൈ സ്പീഡിലൊക്കെ പോണ സമയത്തും ഗിയർ ബോക്സ് 8 ഗിയറിലിരുന്ന് എഞ്ചിനെ വളരെ റിലാക്സ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു റിയലി വറി അബൌട്ട് യുവർ ടർബോ ഓർ ഫ്യൂൽ കൺസംഷൻ. അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. ആൻഡ് ഈ ഒരു സ്വീപ്പിംഗ് കർവിലൊക്കെ ദ കാർ ഹാസ് ഗുഡ് റോഡ് ഹോൾഡിംഗ്. നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് ഫീല് ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്. പക്ഷെ എന്നാലും യു ഹാവ് ഗുഡ് ബോഡി കൺട്രോൾ. നമുക്ക് ടൈറ്റ് ആയിട്ടൊക്കെ സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. യു ക്യാൻ റിയലി ബി കോൺഫിഡൻറ്റ് ഇൻ പുഷിങ് ഇറ്റ്. ഈ ഒരു 530D M Sportൽ അവരൊരു ആക്റ്റീവ് സൗണ്ട് ഡിസൈൻ ASD എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പീക്കറിൽ കൂടെ ഒരു പെട്രോൾ എഞ്ചിൻ്റെ പോലത്തെ ഒരു സൗണ്ട് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ട് ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഹിയർ ദാറ്റ്. ആക്ച്വൽ സൗണ്ട് അല്ല, പക്ഷേ ദെൻ ഇറ്റ് ആഡ്സ് ടു ദ ഹോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. സോ ഐ റിയലി ഡോണ്ട് മൈൻഡ്. അപ്പോൾ നമുക്കിത് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയാം. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച വിലയ്ക്ക് ഒരു 5 Series, കത്തിച്ച വിലയ്ക്ക് ഒരു 5 Series എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ കാണും. പൊട്ടിച്ചതും കത്തിച്ചതൊക്കെ മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കുക. നല്ല വണ്ടി നോക്കി മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി ചീപ്പ് ടു ഫിക്സ്. നമുക്കൊരു ചീപ്പ് കാർ മേടിച്ചിട്ട് പിന്നീട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നെവർ ഗോൺ ഹാപ്പൻ. കാരണം ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ബൈ ദ ബെസ്റ്റ് എക്സാമ്പിൾ ദാറ്റ് യു ക്യാൻ അഫോർഡ്. കിലോമീറ്ററിനേലും മോഡൽ ഇയറിനേലും വണ്ടിയുടെ കണ്ടീഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഐഡിയലി ബൈ ദ ലോവസ്റ്റ് കിലോമീറ്റർ ന്യൂവസ്റ്റ് കാർ ദാറ്റ് യു ക്യാൻ ഫൈൻഡ്. പിന്നെ ഇന്റർനെറ്റിൽ കാണുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കുറേ സോ കോൾഡ് എക്സ്പേർട്സ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ F10 അല്ല വാങ്ങേണ്ടത്, G30 ആണ്. F10 കുറേ കംപ്ലയിൻസ് ഉണ്ട്. G30 മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഇല്ല. ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ G30 മേടിക്കാം. ഇറ്റ്സ് എ ബെറ്റർ കാർ ഇൻ എവറി വേ. പക്ഷേ പ്രൈസ് ആർ സ്റ്റിൽ ഓൺ ദ ഹയർ സൈഡ് ഫോർ ദാറ്റ് കാർ. ഒരു 30-35 lakhs ഒക്കെ വേണം നല്ലൊരു G30, 530D ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ M Sport ട്രിമിലൊക്കെ. ഈ ഒരു വണ്ടി യു ക്യാൻ ഹാവ് ഫോർ 15-20 lakhs. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല വണ്ടികൾ കിട്ടും. എയർലി കാർഡ്സ് ഒക്കെ ഒരു 10-12 lakhs കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗുഡ് വാല്യൂ. പിന്നെ ഈ പറഞ്ഞ കംപ്ലയിൻസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല വർക്ക്ഷോപ്പുകാരും അവരുടെ അടുത്ത് വരുന്ന വണ്ടികളുടെ കംപ്ലയിന്റ് കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വണ്ടികൾ വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇന്ന കംപ്ലയിൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അവർ അതിന്റെ ലേറ്റർ മോഡൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ W204 റിലയബിൾ അല്ല, 205 ആണ് കൂടുതൽ റിലയബിൾ എന്ന് അവർ പറയും. പക്ഷേ അതിന്റെ റീസൺ എന്ന് പറയുന്നത് 205 ഒക്കെ ഇപ്പോഴും ഷോറൂമിലാണ് സർവീസ് ചെയ്യേണ്ടാവുക. അവരുടെ അടുത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിന്റെ പ്രശ്നങ്ങളൊന്നും അവർ കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ G30 ആണെങ്കിലും അതിന്റെ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഈ വർക്ക്ഷോപ്പുകാരുടെ അടുത്തേക്ക് എത്തിയില്ല. കാരണം വണ്ടി ഇപ്പോഴും വാറണ്ടിയിലാണ്. ഓതറൈസ് സർവീസ് സെന്റർ വിട്ട് പുറത്തോട്ട്
പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ നോളേജ് ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കാം. അപ്പോൾ അത് ആ റീസൺ കൊണ്ടാണ് അവർ പറയുന്നത് ഈ വണ്ടി കുറേ കംപ്ലയിൻസ് ഉണ്ട്, മറ്റേ വണ്ടിയിൽ കംപ്ലയിൻസ് അധികം കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഷോറൂമിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിനൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മളിത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. മാനേജബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓവറോൾ റിലയബിലിറ്റി ഈ ഒരു F10 ജനറേഷൻ സമയത്ത് വാസ് റിയലി ഹൈ. F10ഉം F30ഉം ഐ സ്റ്റിൽ കൺസിഡർ ദേ ഹാഡ് ഗുഡ് റിലയബിലിറ്റി. എസ്പെഷ്യലി ആ ഒരു E60 E90 ഒക്കെ കഴിഞ്ഞിട്ട് BMWന്റെ റിലയബിലിറ്റി ഒന്ന് പീക്ക് ചെയ്ത ഒരു സമയമാണ്. സോ ദീസ് കാർസ് ആർ റിയലി യൂസബിൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് N57 ഒരു മേജർ അപ്ഡേറ്റ് 2012 ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നേ ഉള്ള വണ്ടികൾ ആ ഒരു 11-12 പീരീഡിലുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക, 2012 ശേഷമുള്ളത് വാങ്ങുക. അപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്ന വണ്ടിയിൽ ഏത് എഞ്ചിനാണെന്നുള്ളത് നമുക്ക് ഒന്നുകിൽ വിൻ നമ്പർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ ഹൗസിംഗ് നോക്കിയാൽ മതി. ഏർലി കാർസിൻ്റെ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ഇലോങ്ങേറ്റഡ് ഓവൽ പോലത്തെ ഒരു ഷേപ്പാണ്. ലേറ്റർ എഞ്ചിൻസിൽ അവരത് റെക്ടാങ്കുലർ ജനറിക് ആ ഒരു BMW എയർ ഫിൽറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. സോ ആ ഒരു എയർ ഫിൽറ്റർ ഉള്ള വണ്ടികളാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ കാര്യം ഓയിൽ ലീക്സ് ആണ്. ഓയിൽ ലീക്സ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പലയിടത്തുനിന്നും ഓയിൽ ലീക്ക് വരും. അത് സോർട്ട് ചെയ്യാനും കുറച്ച് പണിയാണ്. പലപ്പോഴും ഗ്യാസ്കറ്റ്സ് ഒക്കെയാണ്. ഇപ്പോൾ വാൽ കവറിൻ്റെ ഗ്യാസ്കറ്റ് ഒക്കെ ആണെങ്കിൽ കഴിവതും ആ ഒരു പ്ലാസ്റ്റിക് റോക്കർ കവർ അടക്കം മാറുക. കാരണം അത് പ്ലാസ്റ്റിക് ആണ്, കുറച്ചൊന്ന് ബെൻഡ് ആയിട്ടുണ്ടാവും, ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്യാസ്കറ്റ് മാത്രം മാറിക്കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു അതിൻ്റെ ഒരു ഷേപ്പ് വാർപ്പായതുകൊണ്ട് ചിലപ്പോൾ പിന്നീട് അവിടെ വീണ്ടും ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ട്രൈ ടു ചേഞ്ച് ദ ഹോൾ തിങ്. അതേപോലെ ടൈമിംഗ് സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ ലീക്ക് വരാം. സോ ചെക്ക് ഫോർ ഓയിൽ ലീക്സ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കാർബൺ ബിൽഡപ്പ് ആണ്. പലപ്പോഴും ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രം ഓടുന്ന വണ്ടികൾ, ആവശ്യത്തിന് എഞ്ചിൻ ഹീറ്റ് ആവാണ്ട് നമ്മൾ പെട്ടെന്ന് ഓടുന്ന ഓഫ് ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ ഇൻടേക്കിൻ്റെ സൈഡിൽ EGRന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽറ്ററിൻ്റെ അവിടെയൊക്കെ കാർബൺ നല്ലോണം ബിൽഡപ്പ് ആയി ഉണ്ടാവും. ആൻഡ് എക്സ്ട്രീം കേസുകളിലൊക്കെ ചിലപ്പോൾ ആ ഒരു ചെറിയൊരു പീസ് ഓഫ് കാർബണൊക്കെ ചിലപ്പോൾ എഞ്ചിൻ്റെ അകത്തോട്ടൊക്കെ പോകും. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റോഡൊക്കെ ബെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല, കാരണം ഒരു റോഡൊക്കെ ബെൻഡ് ചെയ്ത് ഒരു സിലിണ്ടറിലേക്ക് ഇത്തിരി പവർ പറഞ്ഞാലും ഈ ഒരു 6 സിലിണ്ടറിൻ്റെ ഓവറോൾ പവറിൽ നമുക്ക് പിടിയിട്ടില്ല. സോ ഇറ്റ്സ് ബെസ്റ്റ് ടു ഡു എ കംപ്രഷൻ ടെസ്റ്റ് ഇഫ് യു ആർ റിയലി സീരിയസ് അബൌട്ട് ബൈയിങ് എ ക്ലീൻ കാർ. പിന്നെ പലപ്പോഴും ഈ ഒരു എഞ്ചിൻ കേടാവുന്നൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് ആൾക്കാർ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ടാണ്, കറക്റ്റായിട്ട് ഓയിൽ മാറാണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ബേസ്ഡ് സർവീസ് പ്രകാരമൊക്കെ നമ്മൾ ഓയിൽ ചേഞ്ച് ഇൻ്റർവെലൊക്കെ 15,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ അടിച്ചു പോകും. ഐഡിയലി ഒരു 8,000-9,000 കിലോമീറ്റർ ഓടുമ്പോൾ ഓയിൽ മാറുക, കറക്റ്റ് ഗ്രേഡിലുള്ള ഓയിൽ ഉപയോഗിക്കുക, ആൻഡ് ഡ്രൈവ് ഇറ്റ് പ്രോപ്പർലി. മര്യാദയ്ക്ക് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദീസ് കാർസ് വിൽ ലാസ്റ്റ് ലൈക്ക് ഒരു 2 lakh ഒക്കെ ഈസി ആയിട്ടൊക്കെ ഓടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സും അവർ സീൽ ഫോർ ലൈഫ് എന്നൊക്കെ പറയും, പക്ഷേ ലീക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സീൽഡ് ഫോർ ലൈഫ് ഒന്നല്ല, മര്യാദയ്ക്ക് സീലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഐഡിയലി നമ്മൾ ആ ഒരു ഓയിലൊക്കെ സമയത്തിന് മാറുക, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡൊക്കെ കറക്റ്റ് ടൈമിൽ മാറുക, അതുപോലെ ടൈമിംഗ് ചെയിനൊക്കെ സമയത്ത് മാറുക. സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ ചെറിയ റാറ്റ്ലിംഗ് ഒക്കെ പോലെ തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ ടൈമിംഗ് ചെയിൻ. പിന്നെ ഇതിൽ കണ്ടേക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രാങ്ക് കേസ് പുള്ളിയാണ്, ഡാമർ പുള്ളി എന്ന് വിളിക്കുന്ന ആ ഒരു കമ്പോണൻറ്റ്. ബിക്കോസ് ഇറ്റ് ഹാസ് സോ മച്ച് ടോർക്ക്. പലപ്പോഴും അത് കൂടുതൽ ലോഡ് വരുമ്പോൾ റബ്ബറൊക്കെ കേടാവുന്ന സമയത്ത് ഇറ്റ് ക്യാൻ മേ ബി ഡിറ്റീറേറ്റ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ടോർക്ക് കാരണം കേടാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പ് ഷാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊപ്പ് ഷാഫ്റ്റിലുള്ള ബെയറിങ്സും ആ റബ്ബർ ഡോണറ്റൊക്കെ പോലത്തെ സാധനങ്ങളാണ്. അത് സാധാരണ ഭയങ്കര ടോർക്കൊക്കെ ഉള്ള വണ്ടികളിൽ ഇതിൽ X5-ലൊക്കെ കോമൺ ആയിട്ട് പോകുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇംബാലൻസ് വന്നാൽ പോലും നമുക്ക് ചെറിയ വൈബ്രേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ടൈംലി ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡിഫറൻഷ്യലിൻ്റെ സീൽസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക, കാരണം അത് ലീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദർ വിൽ ബി ആക്സിലറേറ്റഡ് വെയർ ആ കമ്പോണൻസിലൊക്കെ. ബെറ്റർ ടു ഡു ഇറ്റ് ഇൻ ടൈം ദാൻ സ്പെൻഡ് മണി ലേറ്റർ. പിന്നെ ഒരു കാര്യം കണ്ടേക്കുന്നത് കൂളൻ ലീക്ക് ഒക്കെയാണ്. ഇതിൻ്റെ ചില കമ്പോണൻസ് ഒക്കെ പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഹൗസിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ഡിറ്റീറേറ്റ് ചെയ്യും. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെ പിന്നെ നമ്മുടെ യൂഷ്വൽ ഡീസലിലുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ഫ്യൂൽ പമ്പ്, ഇഞ്ചക്ടർ, ടർബോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതിനൊക്കെ കെയർ ചെയ്യേണ്ട വിധങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. F10ൻ്റെ ബോഡിയുടെ യൂഷ്വലി റസ്റ്റ് ഫ്രീ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഇഷ്യൂസ് ഒന്നും പൊതുവേ കണ്ടിട്ടില്ല. പക്ഷേ കണ്ടേക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നതിൽ വാട്ടറിങ് കേസാണ്. ചില സമയത്ത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉള്ളിലൊക്കെ വെള്ളമൊക്കെ വരാനായിട്ട് നമ്മൾ കാണും. അത് 3-4 റീസൺസ് ഉണ്ട്. ഒന്ന് ഈ സൺറൂഫിൻ്റെ ഡ്രെയിനാണ്. ആ ഡ്രെയിൻ ചാനലൊക്കെ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ ക്യാബിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരും. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിലെ ഒരു നോൺ ഫോൾട്ട് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്രോമറ്റ് ഉണ്ട്, യെല്ലോ കളറിലുള്ളത്. ഗ്രോമറ്റ് ഓഫ് ഡൂം എന്നാണ് ഫോറങ്ങളിലൊക്കെ അറിയപ്പെടുന്നത്. അത് ബേസിക്കലി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളിൽ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഭാഗത്തുള്ള ആ ഒരു ഹോള് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രോമറ്റ് ആണ്. അത് കുറേശ്ശെ ഡിറ്റീറേറ്റ് ചെയ്യും. അതിൽ കൂടെ പതുക്കെ വെള്ളം ഇറങ്ങും, ഫയർ വാളിൻ്റെ അവിടെ കൂടെ, ബൾക്ക് ഹെഡിൽ കൂടെ. ആ വരുന്ന വെള്ളം നമ്മൾ ഇവിടെയെങ്ങും കാണില്ല. ഇതിൻ്റെ ബാക്കിലത്തെ ഫുഡ് വെല്ലാണ് സാധാരണ കളക്ട് ചെയ്യുക. അതൊരു സ്ട്രേഞ്ച് പ്ലേസ് ആണ്, കാരണം നമ്മൾ ഇവിടെയാണ് സാധാരണ നമ്മൾ വെള്ളം വരികയെന്ന് വിചാരിക്കും. പക്ഷേ ഫ്ലോറിൻ്റെ ഡിസൈൻ കാരണം അത് ഒഴുകി ബാക്കിലെത്തിയിട്ട് ആ ഒരു ഫുഡ് വെല്ല് പതുക്കെ നനഞ്ഞെളുപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രോമറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുക. അതേപോലെ തന്നെ വണ്ടി വാങ്ങാൻ പോണ സമയത്താണെങ്കിൽ അവിടെ ആ ഒരു കാർപ്പറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നനവുണ്ടോ എന്നുള്ളത് നോക്കുക.
അതേപോലെ തന്നെ ബൂട്ടിൻ്റെ ഉള്ളിലും ചിലപ്പോൾ വാട്ടർ ലീക്ക് വരാം. ബൂട്ടിൻ്റെ അടിയിലാണെങ്കിൽ കുറേ എക്സ്പെൻസീവ് കമ്പോണൻസ്, കുറേ മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ വെള്ളം കയറിയാൽ ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. സോ ബെറ്റർ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ BMW ആ ഒരു ടിപ്പിക്കൽ മെൽറ്റിംഗ് പ്ലാസ്റ്റിക്സിൻ്റെ ഒക്കെ ഒരു ഇറയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡോർ പാഡ്സിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ട്രിമ്മൊക്കെ, പവർ വിൻഡോൻ്റെ സ്വിച്ചിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് മെൽറ്റ് ആവണ കാണാൻ പറ്റും. വെയിലത്തൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്റ്റിക്കി ആവും. അതേപോലെ തന്നെ ഈ ഒരു സെൻട്രൽ കൺട്രോളിലെ ബട്ടൺസ് ഒക്കെ കുറച്ച് സ്റ്റിക്കി ആവും. അതിലത്തെ ലെറ്ററിംഗ് ഒക്കെ പീൽ ഓഫ് ചെയ്യാനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിലെ ബട്ടൺസ് ഒക്കെ 8,000 രൂപ കൊടുത്ത് എടുത്ത് മാറിയതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ സീറ്റ്സ് ഒക്കെ ലെതറൊക്കെ ചെറുതായിട്ട് വോൺ ഔട്ട് ആയതും ഈ ഒരു വണ്ടിയിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്റീരിയേഴ്സ് ആർ ഇൻ റിയലി ഗുഡ് നിക് റൈറ്റ് നൗ. സസ്പെൻഷനൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഐഡിയലി ഈ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജർമ്മൻ മേക്ക് ആയിട്ടുള്ള സസ്പെൻഷൻ കമ്പോണൻസ് യൂസ് ചെയ്യുക. നമ്മൾ ഒരേ കമ്പനിയുടെ തന്നെ ചൈനയിൽ ഉണ്ടാക്കുന്നതും യൂറോപ്പിൽ ഉണ്ടാക്കുന്നതൊക്കെ തമ്മിൽ ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് പലപ്പോഴും തോന്നാറുണ്ട്. ചിലപ്പോൾ ചീപ്പായിരിക്കും വാങ്ങിക്കാം, പക്ഷേ അത് പലപ്പോഴും ലാസ്റ്റ് ചെയ്യാറില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐഡിയലി സ്റ്റിക്ക് ടു ദാറ്റ് ഓർ യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. സസ്പെൻഷൻ കേടാവുമ്പോൾ പോയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ഇടുക, കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടാം. KW ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദ വേ ദ കാർ ഡ്രൈവ്സ്. അതുപോലെ തന്നെ വീൽ ബെയറിങ്സ് ഒക്കെ ചിലപ്പോൾ കേടാവും, ഡിപ്പെൻഡിങ് ഓൺ ദ കിലോമീറ്റർ. ഒരു 23,000 രൂപയോളം വരും BMW മാറാനായിട്ട്. ഒരു ജനറൽ സർവീസ് ഓതറൈസ്ഡ് BMW ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 20-25,000 ഇടയിൽ വരും. പുറത്താണെങ്കിൽ നമുക്ക് ഓയിലിൻ്റെയും ആ ഒരു ഫിൽറ്ററിൻ്റെയും അങ്ങനത്തെ ഒക്കെ കോസ്റ്റേ വരുള്ളൂ. പക്ഷേ അല്ലാണ്ട് വരുന്ന സാധനങ്ങൾ സസ്പെൻഷൻ ഈസ് സംതിങ് ലൈക്ക് ഒരു 70,000 ഒക്കെ വരും ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചിടണം എന്നുണ്ടെങ്കിൽ. ബ്രേക്ക് പാഡ്സ് ഒരു 20,000-30,000 ഇടയിൽ വരും, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ബ്രാൻഡ് യു ഗോ ഫോർ. അപ്പോൾ അതൊക്കെയാണ് യൂസ്ഡ് BMW 5 സീരീസ് F10 ജനറേഷൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ലാണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതും എന്നാൽ വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതും റിലേറ്റീവ്ലി സ്പീക്കിംഗ് ഒരു വണ്ടിയാണ് ഇത്. നിങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങുമോ, അല്ലെങ്കിൽ വാട്ട് എൽസ് ഇസ് ദ അതർ യൂസ് കാർ യു വുഡ് ബൈ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.